പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു മെഷീനെ കുറിച്ചാണ് പറയുന്നത്. ഈ മെഷീനെ കുറിച്ച് പലരും പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഒരാൾ ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ മെഷീൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ മെഷീനെ കണ്ടിട്ടുണ്ടാവാം, മെഷീനെ കുറിച്ച് അറിവുള്ളവരായിരിക്കാം. അല്ലാത്തവർ കൃത്യമായിട്ട് മെഷീൻ കാണുക, വീഡിയോ കാണുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾക്ക് ഈ മെഷീൻ ഇറക്റ്റ് ചെയ്ത് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റി, അതിന് വേണ്ടുന്ന മെഷീനെ പറ്റി ഉള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് എഗ് ഗ്രേഡിംഗ് ആൻഡ് പാക്കിംഗ് മെഷീനാണ്. ശരിയാണ് നിങ്ങൾ കേട്ടത്. എഗ്, മുട്ട, അത് ഗ്രേഡ് ചെയ്യുക, സോർട്ട് ചെയ്യുക, പാക്ക് ചെയ്യുക, എല്ലാം ഒരൊറ്റ മെഷീൻ ചെയ്യും. ആ മെഷീനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മിസ്റ്റർ സതീഷ് എന്നൊരു സബ്സ്ക്രൈബറും ഒരു റോയി മാത്യു എന്നൊരു സബ്സ്ക്രൈബറും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് വന്ന് ചോദിച്ചിരുന്നു. അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ട്രെയിൻ എടുത്തത് തന്നെ. എന്താണ് ഈ മെഷീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. സ്ക്രീനിൽ ഓൾറെഡി അത് കാണുന്നുണ്ട്. അതായത് നമ്മളുടെ മുട്ടയെ ആദ്യം വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ വെയിറ്റ് അനുസരിച്ച് പല ഗ്രേഡുകളാക്കി മാറ്റുകയാണ് മെഷീൻ ചെയ്യുന്നത്. ചെറുത്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, ഈ 4 ഗ്രേഡിലോട്ട് ഇതിനെ മാറ്റും. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മുട്ട വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് മെഷീൻ തന്നെ ചെയ്തുകൊള്ളും. ഇങ്ങനെ 4ആയിട്ട് വേർതിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഇത് ചെന്ന് വീഴുന്നത്, ഈ ഗ്രേഡ് ചെയ്ത മുട്ടകൾ ഓരോ പാക്കിലായിട്ടാണ് ചെന്ന് വീഴുന്നത്. അവിടെ പാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്, ഓട്ടോമാറ്റിക് സംവിധാനമാണ്. അതിലേക്ക് ഇത് പാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മുട്ടയ്ക്കൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കാം. ആ ബ്രാൻഡിന്റെ സ്റ്റിക്കർ, ലേബിള്, കാര്യങ്ങളൊക്കെ ചേർത്ത് പ്രൊഫഷണൽ ടച്ച് നൽകിയായിരിക്കും മുട്ട പുറത്തോട്ട് വരുന്നത്. ഇതാണ് ഈ മെഷീന്റെ പ്രവർത്തനം. ഇനി നമുക്ക് ഇതിന്റെ വില ഭാഗത്തേക്കൊന്ന് പോകാം. ഇവിടെ നിങ്ങൾ മെഷീൻ കാണുന്നുണ്ട്. പല ടൈപ്പിലുള്ള മെഷീനാണ്, പല ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇവിടെ ആദ്യം കാണുന്ന 15 ലക്ഷം രൂപയുടെ മെഷീനാണ്. പിന്നെ 7.5 ലക്ഷം രൂപയുടെ മെഷീനുണ്ട്. കുറച്ചുകൂടെ കൂടി 45 ലക്ഷത്തിന്റെ മെഷീനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. 10,50,000 മെഷീനുണ്ട്. 4,92,000 മെഷീനുണ്ട്. 4 ലക്ഷത്തിന്റെ ഉണ്ട്, 4,50,000 ഉണ്ട്. ഈവൻ 40 ലക്ഷം രൂപയുടെ മെഷീനും ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ് അപ്പോൺ യുവർ പ്രൊഡക്ഷൻ ലെവലാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മെഷീൻ വേണമോ ആ മെഷീൻ എല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ മെഷീന്റെ ലിങ്ക്, ഈ ഒരു പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ചോ ഉള്ള ഒരുപാട് മെഷീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരു മെഷീൻ ഇറക്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വിൽക്കാനുള്ള അവസരം ഇന്ന് കേരളത്തിലുണ്ട്. ലോക്കൽ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാൻ പറ്റും. നമ്മളുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, റിലയൻസ് സ്മാർട്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ ഒരുപാടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിൽ ബിസ്മി എന്നൊക്കെ പറഞ്ഞ് ഈ ചെയിൻ തന്നെയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ചെയിൻ തന്നെയുണ്ട്. അവിടെയൊക്കെ ഇത് വിൽക്കാൻ പറ്റും. പിന്നെ ഗ്രോസറി സ്റ്റോറിൽ, അതായത് പലചരക്ക് കടയിൽ ഇത് വിൽക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിൽ വരെ ഇത് വിൽക്കാൻ പറ്റും. പിന്നെ സ്വിഗ്ഗി പോലെയുള്ള കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. കൂടാതെ ഹോട്ടലുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബേക്കറികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബോർമകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എ ഗ്രേഡ് മുട്ടയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അവരുമായിട്ട് ടൈപ്പിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ അവിടെ നിന്ന് തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടും ഈ മെഷീൻ നല്ല ഒരു മെഷീനാണ്. ഇത് ചോദിച്ച ആളുകൾക്ക് അവരുടെ കയ്യിൽ ആശയമുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അത് ചോദിച്ചത്. മറ്റുള്ളവർക്കും കൂടി ആശയം പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.